അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ എന്തായാലും വിശേഷം എല്ലാവർക്കും റാഹത്താവട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ സ്വിഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വന്നു. ആ കൂട്ടത്തിൽ നമ്മൾ ബീറ്റിൻ്റെ ഒക്കെ നാളെ വിടാമെന്ന് പറഞ്ഞു. 2012 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി LT ആണ് കേട്ടോ. TZ അല്ല LT. പിന്നെ AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന, ബാക്ക് വൈഫറൊക്കെ വരുന്ന നല്ല ക്ലീൻ പീസ് വണ്ടി. കൂടുതലൊന്നും പറയില്ല. നമ്മളിതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, എല്ലാ ഭാഗമുള്ള വീഡിയോസ്. വണ്ടി എല്ലാം കൊണ്ട് തേഞ്ഞ നല്ല ക്വാളിറ്റിയുള്ളൊരു വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. റീപ്ലേസ് കാര്യങ്ങളില്ല. 1,40,000 റുപ്യ ഫസ്റ്റ് ക്ലാസ് IDB ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. തുടക്കം തൊട്ടേ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കിട്ടുന്നതുകൊണ്ടാവാം 2012 1,40,000 IDB ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. AC കറക്റ്റ് വർക്കിംഗ് ആണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളും വർക്കിംഗ് ആണ്. വണ്ടി ഒരു തേഞ്ഞ വണ്ടിയാണ് എല്ലാ ഭാഗവും. നല്ല വണ്ടി. പെയിൻ്റ് അടിക്കാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളൊന്നും എടുക്കാനില്ല. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന വില 1,35,000 രൂപയാണ്. 2040 ചോദിക്കണോ. ഇത് ഏറ്റവും കൂടിയ നല്ല വണ്ടിയാണ്. പണി 1,35,000 തേച്ച് കിട്ടിയാൽ കൊടുക്കാം. മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 50 രൂപയൊക്കെ ഈ പരിസരത്തുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വരി താവേ. ഇനി അടുത്ത് നമ്മൾ സ്വിഫ്റ്റുകളൊക്കെ ഇന്നലെ നമ്മൾ കാണിച്ചു. ഇനി നമ്മളടുത്ത് പുതിയ സ്റ്റോക്കുകൾ വന്നതിൽ ഇത് 2010 റിഡ്സ് ഉണ്ട്. ഇത് നമ്മൾ പഴയ സ്റ്റോക്കിലുള്ളതാണ്. അതേപോലെ അത് നമുക്ക് 2,35 ഇത് 2014 റിഡ്സ് ആണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 3,80 എന്തെങ്കിലും കമ്മിയാക്കി 65 റുപ്യ വരെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മിയാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതിലാണ്. 3,65 നെറ്റ് കിട്ടിയാൽ കൊടുത്താളെന്ന് ഉടമസ്ഥൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് 2010 സ്വിഫ്റ്റാണ്. 1,15 കിട്ടിയാളെ കൊടുത്താളെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. പിന്നെ ഈ ഉള്ളത് ചെറിയ പൈസൻ്റെ ഒക്കെ ലോണൊക്കെ നല്ല മെക്കാനിക്കലിൽ സെക്കൻഡ് ഓണറിൽ ചെറിയൊരു വർക്ക് അങ്ങേ ഭാഗത്ത് കവിൾ ഭാഗത്ത് എടുത്തിന് 2013 വേറെ പരിക്കുകൾ വണ്ടി ഓടിക്കാനും മറ്റൊക്കെ ഈ ഭാഗത്തോ ഈ ഭാഗത്തിൻ്റെ കവിൾ ഭാഗത്ത് എന്ത് ചെയ്തിന് ഒരു വർക്ക് എടുത്തിന്. അതുപോലെ എടുത്തുതന്നെ മതിൽമച്ചാരിയാണ്. അതിനിപ്പോൾ 2013 വണ്ടിക്ക് ശരിക്കും 1,80 നമ്മൾ കൊടുക്കണം. അത് നമുക്ക് ഒരു 1,40 വിളിച്ച് ചോദിക്കണം. 35 റുപ്യ ലെവലിലൊക്കെ കിട്ടും. 30 കിട്ടുമോ നമുക്ക് ചോദിക്കാം. 30 കീപ്പെട്ടാവില്ല. കാരണം അയാൾക്ക് 25 വില ഉണ്ടെന്ന് എനിക്കറിയാം. വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. തട്ടുമുട്ട് അപാകതകൾ പറഞ്ഞാൽ ഈ ഒരു ഇത് സംഭവമേ ഉള്ളൂ. AC കറക്റ്റ് വർക്കിംഗ് ആണ്. സെക്കൻഡ് ഓണം മെക്കാനിക്ക് സൂപ്പറാണ്. ഇതിന്മേൽ ഒരു 80 റുപ്യ 75 റുപ്യ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കുക. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ കൊണ്ടാൻ പറ്റും. അടുത്തത് 2018 ഇയോണാണ് കേട്ടോ. 18 ഇയോൺ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നമ്മൾ 2,65,000 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. 2018 സെക്കൻഡ് ഓണർ വണ്ടി. ചെറിയ ഓട്ടോ ഓടിയ മെക്കാനിക്കും 100% ഓക്കെ. എല്ലാ ഭാഗവും പവർ വിൻഡോ പവർ സ്റ്റാറിങ് മറ്റേ എല്ലാ ഭാഗവും ഓക്കെയാണ്. ഇറാ പ്ലസ് ആണ് വരിക. 2,65 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇതിൽ 2,50,000 റുപ്യ വരെ എന്ത് ചെയ്യാൻ പറ്റും, ലോൺ സംവിധാനം ഉണ്ട് കേട്ടോ. 2,50,000 റുപ്യ വരെ നമുക്ക് ലോൺ സംവിധാനമുണ്ട്. വണ്ടി ഒന്നും ആലോചിക്കേണ്ട. മെയിൻ ക്ലാസ്സിന് പൊട്ടുണ്ട്. മാറ്റാതെ നിൽക്കുന്ന ആളുകൾ വന്നിട്ട് ഇതിങ്ങനെ ഈ വിള്ളൽ വന്നതാണെന്ന് കണ്ടിട്ട് എന്താ കല്ലെന്തോ അടിച്ചാൽ കണ്ടിട്ട് മാറ്റിയിട്ട് കൊടുക്കും. അതല്ല ആ പൈസ ഈ കച്ചവടത്തിൽ കമ്മിയാക്കണം എന്ന് പറഞ്ഞാൽ അപ്പം അതിനനുസരിച്ച് അങ്ങനെ ചെയ്യും. ഫുൾ ലോൺ കിട്ടും കേട്ടോ. ഏറ്റവും ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ ചിലവിലിഞ്ഞിപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ മുടക്കുന്നുണ്ടാവും. ഞാൻ ഫുൾ ലോണിൻ്റെ തൊള്ളോണ് പറയും. കമ്പനി എത്രയാണോ എന്തായാലും 2,50,000 റുപ്യ ഇതിന് ലോൺ കിട്ടും. അപ്പോൾ ഫുൾ ലോൺ തന്നെ ഏകദേശം ആയല്ലോ. പിന്നെ അടുത്തത് 2017-18 റേസറുള്ള നല്ല വണ്ടി, സൂപ്പർ ക്ലാസ് വണ്ടിയാണ്. ഒരു പണിയില്ല. 100% ചെറിയൊരു ഫാമിലിക്ക് ഒരു അൾട്ടോൻ്റെ പൈസക്ക് അത് എല്ലാ ഭാഗവും ഓക്കെയാണ്. AC പവർ സ്റ്റാറിങ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി സെറ്റ്, നല്ല വണ്ടി. ഒരു അൾട്ടോണൂറൊക്കെ മേലെ നല്ല ഓടിക്കാനൊക്കെ അടിപൊളി വൃത്തിയുള്ള. ഇതിനും ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, എൻ്റെ അഭിപ്രായം ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുടക്കമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ലോണ് മാക്സിമം ലോൺ കിട്ടുമെന്നർത്ഥം. പണികളൊന്നുമില്ല, ടച്ച് ചെയ്യാനില്ല, പോളിഷ് ചെയ്യാനില്ല, എല്ലാം കൊണ്ടും തേഞ്ഞൊരു വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഈ സാധനം. എന്താണെന്ന് അറിയില്ല. ഒന്നാമത് മൈലേജും, രണ്ടാമത്തത് ഈ മോഡൽ കൂടിയ വാഹനങ്ങൾ ചെറിയ പൈസക്ക് എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കണം. ഓരോ ആളുകൾ ചോദിച്ചു വരുന്നത് കണ്ടിട്ട്. അല്ല ആദ്യമൊക്കെ നമ്മൾ നല്ല വിറ്റ്, ഇപ്പോൾ കിട്ടണില്ല, ഡിമാൻഡ് ജാസ്തിയാണ്. ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ, നിങ്ങൾ 1,95 നെറ്റ് കിട്ടിയാൽ നമ്മൾ കൊടുക്കും. 1,95 നെറ്റ് കിട്ടിയാൽ കൊടുക്കും. 1,50,000 റുപ്യേൻ്റെ പുറത്ത് നമുക്ക് ലോൺ സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല വണ്ടി. ഒന്നും ആലോചിക്കാനോ ഓടിക്കാനൊന്നൊരു പ്രയാസമില്ല. നമ്മളൊരാളെ തന്നെ അവിടുന്ന് ഓട്ടിപ്പോകുന്നതാണ്. വണ്ടിക്ക് വേറെ പണികളൊന്നുമില്ല. ഒരു ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളൊന്നും ചെയ്യാനില്ല. ഇനി അടുത്ത് സാൻഡ്രോ കാണിക്കലാവാം. വരി. അടുത്തത് നമ്മുടെ അടുത്ത് 2 സാൻഡ്രോ ഉണ്ട്. 2000 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇന്നാളെ ആരോ 6 ഡോർ പവർ വിൻഡോ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചാണ്. 6 ഡോർ പവർ വിൻഡോ എന്ന് പറഞ്ഞിട്ട് 6 ഡോർ എന്ന് പറയുമ്പോഴാണ് ചെറിയ വരിക.
6 പവർ വിൻഡോ ഇതിലുണ്ട്. ഫ്രണ്ടിൽ 2 സെൻറ്ററിൽ 2 ബാക്കിൽ 2 അങ്ങനെ 6 പവർ വിൻഡോ വരും. ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ബാക്ക് വൈഫർ ഉണ്ട്. 5 അലവിലുണ്ടാവും. പക്ഷേ 4 അലവിൽ കൺഫേം ആണ്. പിന്നെ സീറ്റ് കവർ നല്ല സീറ്റ് കവറാണ്. പണികളൊന്നുമില്ല. ഇതിന് നമുക്ക് 1.25 റുപ്യ ആവശ്യപ്പെടുന്നത്. ഇതിനൊരു 75 റുപ്യ വരെ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും. പേപ്പർ ഫുൾ ഫിറ്റാണ്. 26, 27 വരെ എന്തുണ്ടാവും, പേപ്പർ ഉണ്ടാവും. റീപ്ലേസ് ഇല്ല കേട്ടോ, ഒരു ഭാഗം റീപ്ലേസ് ഇല്ല. അന്ന് ഇറങ്ങിയ സാൻഡ്രോയിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ 2007 ആണ്, 15 വർഷത്തെ പഴക്കമുണ്ടെന്നുള്ളതുള്ളൂ. പേപ്പറും കാര്യങ്ങളൊക്കെ പുതിയതെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇൻസൈഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അടുത്തത് നമ്മൾ ഇനി വീണ്ടും ഒരു സാൻഡ്രോൻ്റെ നമ്മൾ എല്ലാ ആഴ്ചയും ഓരോ സാൻഡ്രോണ്ടെല്ലാം കൊടുത്തു വല്ലതില്ല. 2000 ഇത് ശ്രദ്ധിക്കണം, ഞാൻ ഉണ്ടായിന്ന് കമ്പനിയിൽ നിന്ന് വണ്ടി എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ചെയ്ത് വരുന്ന വാഹനങ്ങൾ, അപ്പോൾ എന്താ അവിടുത്തെ സ്റ്റാഫിൻ്റെ വണ്ടിയാണ്. നമ്മൾ ഉണ്ടായാലും മലപ്പുറം ഉണ്ടായാലും സ്റ്റാഫിൻ്റെ വണ്ടിയാണ്. കുറേ കാലങ്ങളായിട്ട് മൂപ്പരടുത്തുള്ള വണ്ടിയാണ്. വണ്ടി ഒരു 2018 ക്വാളിറ്റി ഉണ്ട് എല്ലാം കൊണ്ടും. AC പവർ സ്റ്റാറിങ്, AC ഞാൻ നന്നാക്കിയാണ്. പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, ഇതുപോലെ തന്നെ എന്തെങ്കിലും ഫുൾ ഓപ്ഷനാണ്. ബാക്ക് വൈഫർ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ. ഇതിൻ്റെ ഇൻസൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഉണ്ടായി ഫാമിലി ആയിട്ടാണോ എന്താണെന്ന് അറിയില്ല, അതുപോലെ ആ കൊണ്ടെടുക്കലിൻ്റെ ഗുണമെന്ന് അറിയില്ല. ഈ ഡോറുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരു പുതിയ വണ്ടിൻ്റെ ക്വാളിറ്റിയിലാണുള്ളത്. ഉള്ളിലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പവർ വിൻഡോ ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. നല്ല വണ്ടി. നമ്മൾ മുമ്പൊക്കെ സാൻഡ്രോ ഇങ്ങനത്തെ വിറ്റിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഉള്ളത് ഇങ്ങനെയാണ് പറഞ്ഞ് ചെയ്യാനാണ്. ഇത് അത്രയും ക്ലിയറാണ്. ഒരു ചെറിയ ഫാമിലിക്ക് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് 80 രൂപയാണ്. ഇന്നലെ തൊട്ട് 5 വർഷത്തെ പേപ്പറും ഇന്നലെ തൊട്ട് 5 വർഷത്തെ ടാക്സും, എന്താടാ ക്യാമറ ചലോ, 5 വർഷത്തെ ടാക്സും പുതിയ ഇൻഷുറും വലിയ ചൂടാകുമ്പോഴേ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പറും ഫുൾ ഫിറ്റിൽ 2004 നല്ല ക്വാളിറ്റി വണ്ടി. 80 റുപ്യ ആവശ്യം. ചെറിയൊരു പൊട്ട് പൈസ ഒക്കെ കമ്മിയായിരിക്കും. വണ്ടി ഒന്നും ആലോചിക്കും. മെക്കാനിക്കൊക്കെ ഫുള്ളാണ്. ഞാൻ തന്നെ റിന്യൂവൽ എടുക്കാൻ വേണ്ടി പോയി. ഇവിടെ നിന്ന് പോയി ഒക്കെ ഞാൻ തന്നെ പോയി കൊടുന്നതൊക്കെ. അപ്പം മെക്കാനിക്കോ ചൂടാകുക മറ്റുള്ള 2004 ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. നമ്മൾ സാധാ ചെയ്ത ആൾക്കാരോട് ഇങ്ങനെ നമ്മൾ ഓപ്പണായിട്ട് പറയാം, അത് ചൂടാവും. നിലവിൽ ഞാൻ ഇവിടുന്ന് മലപ്പുറത്ത് പോയി, മലപ്പുറത്ത് ഞാൻ RT ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ആ സമയത്തൊക്കെ ചൂടാകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വിഷയങ്ങൾ ഇപ്പോൾ ഉടമസ്ഥനെ വിളിച്ചപ്പോൾ മൂപ്പര് ലോങ്ങൊക്കെ പോകണമാണ്. വണ്ടി ഫുള്ള് ഓക്കെയാണ്, എല്ലാ ഭാഗവും ഓക്കെയാണ്. പേപ്പേഴ്സ് പിന്നെ 5 വർഷത്തിന് ഒന്നും തിരിഞ്ഞു നോക്കണ്ട. 80 റുപ്യ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഇനിയും കമ്മിയാക്കി തരാം. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ 80 റുപ്യേൻ്റെ വണ്ടി പറഞ്ഞിട്ട് കാര്യം, ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആൾക്കാരുടെ ഇടയിൽ ഇതിൻ്റെ വില നമ്മൾ പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. ഇത്രയും ക്ലിയറാണ്. പിന്നെ വേഗണർ 2011 VX ഉണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. ഇപ്പോൾ പോളിഷൊക്കെ കഴിഞ്ഞിട്ട് സിംഗിൾ ഓണർ ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ പോലെ മാറിയിട്ടുണ്ടെങ്കിൽ ആവില്ലെങ്കിൽ സിംഗിൾ ഓണർ വണ്ടി. ഇത് നമ്മൾ 240 ആവശ്യപ്പെടുന്നെങ്കിലൊക്കെ നമ്മൾ കമ്മിയാക്കി കൊടുക്കും. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ 85 റുപ്യേൻ്റെ അൾട്ടോ കാണിച്ചിട്ടാവേ വരിയാവും കൂടി കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു 80 റുപ്യ കൊടുക്കാൻ പറ്റും. നമ്മുടെ അടുത്തൊരു ഒമിനി ഉണ്ടായിരുന്നു ഇവിടെ അങ്ങ് നിൽക്കണേ. ഞാൻ ഈ കുറച്ചെന്തെങ്കിലും ഒരു പണി കണ്ടാൽ പിന്നെ എനിക്ക് വിൽക്കാൻ കഴിയില്ല, എങ്ങനെ ടെൻഷനായി. അപ്പോൾ അവിടെ അങ്ങനെ കിടക്കും മൂലക്കൽ. ആ മൂലക്ക് കിടക്കുന്നിടത്ത് ഒരു ചങ്ങായി ഒരു ഒമിനി അൾട്ടോ കൊടുന്ന് മൂപ്പർക്ക് ഒമിനിൻ്റെ എന്തോ ഒരു പണിക്ക് ജോലിക്ക് എന്തോ ഒരു ഐഡിയ ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുപോയത്. അപ്പോൾ മൂപ്പര് അൾട്ടോ അങ്ങോട്ട് തന്നും ചെയ്തു. നല്ല വണ്ടി. AC ഉണ്ടാവും, പവർ സ്റ്റാറിങ് ഇല്ല. പിന്നെ വണ്ടി ക്വാളിറ്റിയാണ്, പണികളൊന്നുമില്ല. 2009 80 റുപ്യ നമുക്ക് കൊടുക്കാം. ആണെങ്കിൽ ഒരു 45 റുപ്യ വരെ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. 50 റുപ്യ ലോൺ കിട്ടുമോ ചോദിച്ചു നോക്കാം. ഒരു 40 റുപ്യ 45 റുപ്യ നമ്മൾ ഗ്യാരണ്ടിയിൽ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. 80 റുപ്യ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ പകുതി പൈസ നമുക്ക് ലോണും കൊടുക്കാം. നല്ല വണ്ടി, പണികളൊത്തില്ല. ഒരു ജീവിതമാർഗ്ഗത്തിന് എന്തോ കൊണ്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ പുതിയ സ്റ്റോക്കുകളായിട്ട് എത്തും. ഇതുവരെ നമ്മളോട് ചാനൽ സപ്പോർട്ട് ചെയ്തവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി. താങ്ക് യു.